പുതിയ മമ്മി കണ്ടു നമ്മുടെ ലീ ക്രോണിൻ്റെ. ലീ ആണോ ലേ ആണോ എന്നറിയില്ല. നമ്മുടെ ക്രോണിൻ്റെ മമ്മി. നല്ല നൈസ് പടമാണ്. അല്ലൊരു ഒരു ഒരു പ്രോപ്പർ ബോഡി ഹൊററാണെന്ന് പറയാം. ഈ ഒരു മമ്മിഫിക്കേഷൻ എന്നുള്ള ഒരു തീമിനെടുത്തിട്ടാണ് ഈ ഒരു സിനിമ മുഴുവനായിട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ആൻഡ് ഇതിന് മുമ്പ് പുറത്തിറങ്ങിയിട്ടുള്ള ആ ഒരു മമ്മി ഫ്രാഞ്ചൈസിലും മറ്റ് സിനിമകളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് അത് കാണണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ആ ഒരു തീമിനെ എടുത്ത് ആ ഒരു കോർ തീം മമ്മിഫിക്കേഷൻ എന്നുള്ള ആ ഒരു കോർ തീമിനെ എടുത്തിട്ട് നല്ല കിഡിലിനായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ഒരു പടം. ആൻഡ് ഈ സിനിമയുടെ ജോണർ എന്ന് പറഞ്ഞാൽ മറ്റേതൊരു പ്രോപ്പർ ഒരു ആക്ഷൻ ഹൊറർ എന്നൊക്കെയാണെങ്കിൽ ഇത് അങ്ങനെയൊന്നുമല്ല. ഇത് പ്രോപ്പർ ഒരു ബോഡി ഹൊറർ കാറ്റഗറിയിൽ പെടുന്നൊരു പടമാണ്. നമ്മുടെ റീസെൻ്റ്ലി കുറേ നമുക്ക് ഇതുപോലത്തെ ബോഡി ഹൊറർ പടങ്ങളുണ്ടല്ലോ, അതേപോലെ തന്നെ അതിന് ആ ഒരു ട്രീറ്റ്മെൻറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ആ രീതിയിൽ അതിനെ കൺവേർട്ട് ചെയ്തത്. ആൻഡ് ഈ സിനിമയിൽ ചർച്ച ചെയ്യുന്ന ഒരു പെൺകുട്ടി, ആ ഒരു പെൺകുട്ടി ഇതുപോലെ മമ്മിഫിക്കേഷൻ ചെയ്യപ്പെടുന്നു. പിന്നെ ആ കുട്ടിക്ക് ഈ സാധനം ഈ സൂപ്പർ നാച്ചുറൽ എൻറ്റൈറ്റി പൊസസ്ഡ് ആയിട്ട് ആ ഒരു കുട്ടിയുടെ വീട്ടിൽ വന്നിട്ട് എന്തൊക്കെ കാണിച്ചു കൂട്ടും എന്നുള്ളതാണ് ഈ സിനിമ നമുക്ക് കാണിച്ചു തരിക. ആൻഡ് ആ ഒരു കുഞ്ഞു പ്രമേസാണ്, ഒരു ചെറിയൊരു പ്രമേസ്. ആ ഒരു വീടും ആ ഒരു കുടുംബത്തിലുള്ള കുറച്ച് ആൾക്കാരും മാത്രമേ ഉള്ളൂ. അവരെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഇത് റിവോൾവ് ചെയ്ത് ഒരു 2.25 മണിക്കൂർ ഈ ഒരു പടം ഫുള്ളായിട്ട് ഓടുന്നത്. പക്ഷേ ഒരു സെക്കൻഡ് പോലും നമുക്ക് ബോറടിക്കില്ല. പടം ഇപ്പോൾ ഇങ്ങേരുടെ തന്നെ ഈ ക്രോണിൻ്റെ തന്നെ ഇതിന് മുമ്പ് പുറത്തിറങ്ങി നമ്മുടെ ഈവിൾ ഡെഡ് റൈസ്, അതും എനിക്ക് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയ പടമായിരുന്നു. അതും ആക്ച്വലി എനിക്ക് ഇതിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതാണ്. പക്ഷേ അത് ഒരു 1.5 മണിക്കൂറുള്ളൂ. ഇത് 2.5 മണിക്കൂർ ഉണ്ടായിട്ടും ഇതിങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പറഞ്ഞിട്ടും ആ ഒരു കഥ പ്രോപ്പറായിട്ട് ഇവരിങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. അവരിങ്ങനെ ബിൽഡ് ചെയ്ത് അവസാനത്തിലേക്ക് എത്തുമ്പോഴാണ് ആ ഒരു സെറ്റപ്പ് ഇങ്ങനെ മുഴുവനായിട്ട് എന്തിലേക്കാണ് ഇവർ പോക്ക് എന്നുള്ളത് അങ്ങനെ റിവീൽ ചെയ്ത് പറയാം. ആൻഡ് ഒരു അനാവശ്യമായിട്ടൊരു സെക്കൻഡ് പാർട്ടിലേക്കോ സീക്വലിലേക്കൊന്നും നിർത്താതെ ഒരു പ്രോപ്പറായിട്ട് ഒരു പടം മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്ത് കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ജെയിംസ് വാനാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് നമ്മുടെ ബ്ലം ഹൗസും. അപ്പോൾ ജെയിംസ് വാൻ്റെ പ്രൊഡക്ഷനിൽ വരുന്ന ബാക്കി ഇപ്പോൾ ഇൻസീഡിയസും സാധനങ്ങളൊന്നും എനിക്ക് വലിയ പറ്റിയിട്ടില്ലെങ്കിലും ഇത് ഇങ്ങനെ ഇതിൻ്റെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ സിനിമയുടെ ഹൈലൈറ്റ്. ഒന്നും ഇതിൻ്റെ ആ ഒരു മേക്കപ്പും ആർട്ടൊക്കെ ചെയ്തിരിക്കുന്നത്. ഇതിൽ നമുക്കിങ്ങനെ എന്താ പറയുക, ഈ തേട്ടി വരിക എന്നൊക്കെ പറയില്ലേ, ഈ കഴിച്ചതൊക്കെ പുളിച്ച് തേട്ടി വരും, അങ്ങനത്തെ കുറേ സീനുണ്ട്. ഈ ബോഡി ഹൊറർ ആയതുകൊണ്ട് തന്നെ. പക്ഷേ ഇതിലിപ്പോൾ ഈ നഖം ഇങ്ങനെ പറിച്ചെടുക്കുന്നതും ഈ തൊണ്ടക്കുഴിയിൽ കൈയിടുന്നതും ഈ അങ്ങനത്തെ ഈ വായിൻ്റെ ഉള്ളിൽ നിന്ന് ഈ തേളിറങ്ങി വരുന്നു, അതൊക്കെ ഇതിൻ്റെ CGI-യും ബാക്കി കാര്യങ്ങളൊക്കെ അലമ്പായിട്ടുണ്ടെങ്കിൽ അതൊന്നും വലിയ ഇമ്പാക്റ്റ് കിട്ടില്ല. ഇത് ഭയങ്കര അധികം റിയലിസ്റ്റിക് ആയിട്ടാണ് ഈ സാധനം പിടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് കാണുമ്പോൾ പല സമയത്തും എനിക്ക് പേഴ്സണലി ഞാൻ അതൊരു ഇൻ്റർവെല്ലിൽ കഴിച്ച ചായയും അതിന് മുമ്പ് കഴിച്ച സാധനങ്ങളൊക്കെ ഇവിടെ എത്തി. അത് എല്ലാ സിനിമയിലും അത് കിട്ടാറില്ല. പല ബോഡി ഹൊറർ പടങ്ങൾ കാണുന്നുണ്ടെങ്കിലും ആ ഒരു ഡിസ്കസ്റ്റിംഗ് സാധനം ഉണ്ടല്ലോ, എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ നമുക്ക് ആ ഒരു എഫക്റ്റ് വരില്ലേ, ആ ഒരു എഫക്റ്റ് ഈ പടത്തിൽ വരുത്തുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആ ഒരു ടെക്നിക്കൽ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ സൗണ്ട് ഡിസൈൻ ടോപ്പ് നോച്ച്, അല്ല കിട്ടിലിനായിട്ട് ചെയ്തിട്ടുള്ള സൗണ്ട് ഡിസൈൻസ് ആണ്. ആൻഡ് മെയിൻ സംഭവം ഞാൻ ഈ സിനിമ കണ്ട തിയേറ്ററാണ്. ഞാൻ ഈ നമ്മുടെ മലപ്പുറത്ത് ചങ്ങരക്കുളം എന്ന് പറഞ്ഞ സ്ഥലം, അവിടെ മാർസ് എന്ന് പറഞ്ഞൊരു തിയേറ്റർ ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത്. സോ അവിടെ വെച്ചാണ് ഞാൻ ഈ സിനിമ കണ്ടത്. ആൻഡ് ആ തിയേറ്റർ അടിപൊളിയായിരുന്നു. ഒന്നാമത് 4K ഡോൾബി അറ്റ്മോസ് ആണ്. സോ സൗണ്ട് ഡിസൈനും സ്ക്രീനൊക്കെ അടിപൊളിയായിരുന്നു. പോരാത്തതിന് 4-5 പേരൊന്നും ആകെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ആരും ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. ഇപ്പോൾ എനിക്ക് ഐ തിങ്ക് വേറെ വല്ല ക്രൗഡഡ് ആയിട്ടുള്ളൊരു തിയേറ്ററിലൊക്കെ ആയിരുന്നു ഈ ഒരു പടം കാണുന്നതെങ്കിൽ ഇതിൻ്റെ ഈ ഒരു എഫക്റ്റ് കിട്ടിയിട്ടേ ഉണ്ടാവില്ല. ചെറിയൊരു ജംസ്കെയറോ അല്ലെങ്കിൽ ചെറിയ എന്തൊരു സീൻ വരാൻ പോകുമ്പോഴേക്ക് തന്നെ കൂവി നിലവിളിച്ച് നാറ്റിച്ചിട്ടുണ്ടാവും, ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു ടോട്ടൽ എക്സ്പീരിയൻസ് തന്നെ സിനിമയുടെ മാറ്റിയിട്ടുണ്ടാവും, ഇല്ലാണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷെ ആരും മിണ്ടാണ്ട് സമാധാനത്തിലിരുന്ന് കണ്ടതുകൊണ്ടാണ് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഈ ഒരു പടത്തിൽ നിന്ന് കിട്ടിയത്. ഇതേപോലെ തന്നെ ആയിരുന്നു എനിക്ക് ഈവിൾ ഡെഡ് റൈസിന്. അതിൽ ആക്ച്വലി നിലവിളിച്ചിട്ടൊന്നും കാര്യമില്ല, അവർ തന്നെ നിലവിളിക്കുന്നുണ്ട്. അത് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേക്കായിരുന്നു. ഈവിൾ ഡെഡ് എന്ന ഒരു ഫ്രാഞ്ചൈസിലെ തന്നെ യൂണീക്ക് ആയിട്ടുള്ളൊരു പടമായിരുന്നു ഈവിൾ ഡെഡ് റൈസ്. അതേപോലെ തന്നെ മമ്മി ഫ്രാഞ്ചൈസിലെ ഒരു യൂണീക്ക് ആയിട്ടുള്ളൊരു ടേക്ക് തന്നെയാണ് ഈ മമ്മി, ഈ പുതിയ മമ്മി, ദി മമ്മി. സോ എനിക്ക് ഈ തൊട്ട് മുമ്പ് നമ്മുടെ ടോം ക്രൂസിൻ്റെ പടമൊക്കെ ഉണ്ടല്ലോ, വൻ ചവറ സാധനമായിരുന്നു. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ദിസ് ഈസ് സോ ഗുഡ്. ഇങ്ങനെ ഇതുപോലെ നല്ല മറ്റേ ക്വാളിറ്റി കണ്ടൻറ്റ് ഇറക്കാൻ പറ്റുന്ന ഡയറക്ടേഴ്സിൻ്റെ കയ്യിൽ ഇതേപോലത്തെ ഫ്രാഞ്ചൈസൊക്കെ കിട്ടി എന്ത് കാണിക്കുന്നുള്ളത് ഇവർ കാണിച്ചു തരുന്നുണ്ട്. ഈവൻ നമ്മൾ ഏലിയനും പ്രൊഡക്ടറൊക്കെ നമ്മൾ കണ്ടതാണ്. അതേപോലെ പണ്ട് നമ്മൾ ആസ്വദിച്ചിട്ടുണ്ട്. പണ്ട് ഇപ്പോൾ 2000 സമയത്തൊക്കെ നമ്മൾ സ്റ്റാർ മൂവീസിലും ടി വിയിലൊക്കെ നമ്മൾ സ്ഥിരം കാണുന്ന സാധനമാണ് മമ്മി. ഓക്കെ, പക്ഷേ ആ ഒരു കോൺസെപ്റ്റിനെ എടുത്ത് ഇപ്പോഴത്തെ യങ് ജനറേഷൻ ഓഫ് ഓഡിയൻസിന് പറ്റുന്ന രീതിയിൽ ഇറക്കിയിട്ടുള്ള ഒരു കിടിലം പടമാണ്. പ്രത്യേകിച്ച് ഹൊറർ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, ബോഡി ഹൊറർ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും പോവുക. ഈ ഭക്ഷണ സാധനങ്ങൾ അധികം ഇപ്പോൾ തിയേറ്ററിൽ ഇൻ്റർവെല്ലൊന്നും വാങ്ങാതിരിക്കുന്നതാണ് നല്ലത്. ഇൻ്റർവെല്ലൊക്കെ കഴിഞ്ഞിട്ട് ഇതുപോലെ ഈ കഴിച്ചതൊക്കെ ചിലപ്പോൾ അപ്പം തന്നെ തുപ്പും, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഓവർ എക്സ്പെക്റ്റ് ഒന്നും ചെയ്യരുത്. ഞാൻ ഈ പറഞ്ഞ പോലെ മെല്ലെ ബിൽഡ് ചെയ്തിട്ടാണ് ഈ ഒരു പടം പോവുക. അതിൻ്റെ ഒരു പേസിങ്ങും അതുകൊണ്ട് തന്നെ അതുപോലെ ഒരു സ്ലോ ബേൺ മോഡിലാണ് പോകുന്നതെങ്കിലും സിനിമയിൽ ഒരു പ്രോപ്പർ കഥ, നല്ല രീതിയിൽ ഒരു കഥ പറഞ്ഞ് തീർക്കുന്നുണ്ട്. സോ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കണ്ടു നോക്കുക. കണ്ടവരുണ്ടെങ്കിൽ സിനിമ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക.